ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിൽ F40-48 ഉള്ള ഒരു മേജറായിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് കൺവേർഷൻ ഡിസോർഡർ. അതിൻ്റെ വേറൊരു നാമം ഇപ്പോൾ പുതിയതായിട്ട് അത് അറിയുന്നത് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നുള്ള രീതിയിലാണ്. പക്ഷേ കൺവേർഷൻ ഡിസോർഡറിലും ഡിസോസിയേറ്റീവ് ഡിസോർഡറിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസങ്ങൾ അതിലുണ്ട്. അപ്പോൾ എന്താണ് കൺവേർഷൻ ഡിസോർഡർ എന്ന കാറ്റഗറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺവേർഷൻ ഡിസോർഡർ ഇസ് എ disorder which is characterized by the presence of one or more symptoms suggesting the presence of neurological disorder that cannot be explained by any non-neurological or medical disorder. അതായത് കൺവേർഷൻ ഡിസോർഡർ ഉള്ള വ്യക്തി ഒന്നോ അതിൽ കൂടുതലോ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഷോ ചെയ്യുന്നു. പക്ഷേ ഒരു എക്സാമിനേഷൻ നടത്തുമ്പോൾ, ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ ആ വ്യക്തി കാണിക്കുന്നതായിട്ടുള്ള സിംറ്റംസിനോടനുബന്ധിച്ചുള്ള ഒരു തകരാറും കാണുന്നില്ല. അപ്പോൾ ആ വ്യക്തി അത് ആക്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ബിഹേവ് ചെയ്യുന്നതായിട്ടും കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ആ വ്യക്തി ഇൻറ്റൻഷനലി ചെയ്യുന്ന കാര്യമല്ല. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്ട്രെസ്സ്, കോൺഫ്ലിക്റ്റ് എന്നിവ ആ വ്യക്തിയെ ഇതിലേക്ക് നയിക്കുന്നതാണ്. ആ വ്യക്തി ഒന്നും കരുതിക്കൂട്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ല. പക്ഷേ ആ വ്യക്തിയുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, ലിവിങ് എൻവയോൺമെൻറ്റ്, സോഷ്യൽ സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് ആ വ്യക്തി ഒരു സ്പെസിഫിക് ബിഹേവിയർ ഷോ ചെയ്യുന്നു. അതിനെ ആണ് നമ്മൾ കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺവേർഷൻ ഡിസോർഡറിൻ്റെ കോമൺ ആയിട്ടുള്ള സർട്ടൻ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ കൺവേർഷൻ ഡിസോർഡർ കാണിക്കുന്നതുകൊണ്ട് ആ വ്യക്തിക്ക് എന്താണ് ഒരു ബെനിഫിറ്റ്? കൺവേർഷൻ ഡിസോർഡറിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി പെട്ടെന്ന് അപസ്മാരം പോലെ വീഴുകയാണ്, വായിൽ നിന്ന് പത പോലെ ഉള്ള ഇത് വരുന്നു, കിടന്ന് ഷിവർ ചെയ്യുന്നു. അപ്പോൾ അപസ്മാരം എന്ന് തന്നെ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കാം. പക്ഷേ അപസ്മാരമായിട്ട് ഉള്ള ഒരു ന്യൂറോളജിക്കൽ ഡിഫക്റ്റൊന്നും ആ വ്യക്തിക്കില്ല. ആ വ്യക്തിയുടെ സ്ട്രെസ്സ് ആ വ്യക്തിയെ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഷോ ചെയ്യാനായിട്ട് അവരെ കമ്പൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ബിഹേവിയർ ഷോ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ബെനിഫിറ്റ് ഒരു പ്രൈമറി ഗെയിൻ തന്നെയാണ്. പ്രൈമറി ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണോ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിനെ വേറൊരു രീതിയിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അൺകോൺഷ്യസ് പാർട്ടിലേക്ക് അതിനെ തള്ളി നീക്കി വേറെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാനായിട്ട് ആ വ്യക്തിനെ സഹായിക്കുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ വയറുവേദനയാണെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വയറുവേദന അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പനി വരുന്നതായിട്ട് ഇരിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വയറുവേദന അല്ലെങ്കിൽ ഒരു പനി ചെറുതായിട്ട് ഫീൽ ചെയ്യാം. ഇത് നോർമലായിട്ടൊരു വ്യക്തിയുടെ കാര്യം പറഞ്ഞതാണ്. പക്ഷേ സൈക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷോ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അൺകോൺഷ്യസ്ലി അവർ ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രൈമറി ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് നമ്മൾ പോവാതെ രക്ഷപ്പെട്ടു. സെക്കൻഡറി ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മളെ ഒന്ന് കെയർ ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗെയിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ദ സിംറ്റംസ് ഇൻറ്റൻഷനലി. ഇതിൻ്റെ സിംറ്റംസ് ഒന്നും അവർ ഇൻറ്റൻഷനലി കാണിക്കുന്നതല്ല, അവരുടെ ഉള്ളിലുള്ള മാനസിക സമ്മർദ്ദം മൂലം അവർ അൺകോൺഷ്യസ്ലി കാണിക്കുന്ന അല്ലെങ്കിൽ ഷോ ചെയ്യുന്ന സിംറ്റംസാണ്. പിന്നെ അതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ന്യൂറോളജിക്കലും മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ പോലും ഈ ഒരു സിംറ്റവുമായി ബന്ധപ്പെട്ട ഒരു അണ്ടർലൈൻ കോസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇംപെയർഡ് സോഷ്യൽ ഫങ്ഷനിങ് ഉണ്ടാകാം ബിക്കോസ് ഓഫ് ദി സിംറ്റം. അപ്പോൾ ഇതൊക്കെ ഒരു മേജറായിട്ടുള്ള ഒരു സിംറ്റംസ്
ആണ് കൺവേർഷൻ ഡിസോർഡറിൻ്റെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ. ICD ക്ലാസിഫിക്കേഷൻ 10-ൽ കൺവേർഷൻ ഡിസോർഡർ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ഡിസോസിയേറ്റീവ് ഡിസോർഡർ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് സെൻസേഷൻ. അങ്ങനെ ഒരു പേരിലാണ് ICD 10-ൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഡിസോസിയേറ്റീവ് ഡിസോർഡർ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് സെൻസേഷൻ, എ സബ് ടൈപ്പ് ഡിസോർഡർ ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നുള്ള പറയാം. അതായത് ഒരു സബ് ടൈപ്പാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നാണ് ഇപ്പോൾ അതിനെ കോമൺ ആയിട്ട് അറിയുന്നത്. അപ്പോൾ കൺവേർഷൻ ഡിസോർഡറിൻ്റെ നേരത്തെയുള്ള പേര്, അല്ലെങ്കിൽ ഈ ഡിസോസിയേറ്റീവ് ആൻഡ് കൺവേർഷൻ ഡിസോർഡറിൻ്റെ നേരത്തെയുള്ള പേര് ഹിസ്റ്റീരിയ എന്നുള്ളതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ആ ഒരു പേര് അതിന് ഉതകുന്നതല്ല എന്ന് മനസ്സിലാക്കുകയും ആ പേര് അവിടെ നിന്ന് മാറ്റുകയും ഇപ്പോൾ ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ കൺവേർഷൻ ഡിസോർഡർ എന്നുള്ള രീതിയിലാണ് അതിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഹിസ്റ്റീരിയ എന്ന പദം യൂസ് ചെയ്തത് തന്നെ വലിയൊരു റോങ് കൺസെപ്റ്റിൻ്റെ ആസ്പദമാക്കിയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ്, അതായത് ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു അപസ്മാരം വരുന്നതായിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് മറവി വരുന്നതായിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, പല വ്യക്തിത്വങ്ങളുടെ സ്വഭാവങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ ചിലരിൽ ആത്മാവ് കയറിയതായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഉള്ളിൽ കയറിയതായിട്ട് ഉള്ള ബിഹേവിയേഴ്സ് ഷോ ചെയ്യുക. ഇതൊക്കെ ഇതൊരു കോമൺ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു സിംറ്റംസാണ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ്ലി ഈ പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നത് കൂടുതലായിട്ടും സ്ത്രീകളിലായിരുന്നു. അപ്പോൾ അതുമൂലമാണ് ആ ഹിസ്റ്റീരിയ എന്ന പദം തന്നെ വരാൻ കാരണം. അന്ന് കാലത്തുള്ള പണ്ഡിതന്മാർ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഒരു സ്ത്രീയുടെ യൂട്രസ് ഉള്ളിൽ കറങ്ങുന്നത് മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ മാലഡാപ്റ്റീവ് വർക്കിംഗ് മൂലവുമാണ്. അപ്പോൾ ഹിസ്ട്രം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യൂട്രസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഹിസ്റ്റീരിയ ബിക്കോസ് ഓഫ് യൂട്രസ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പദം അന്ന് യൂസ് ചെയ്യുകയുണ്ടായി. പിന്നെ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റിൽ നിന്നും ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യൂട്രസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി റിലേഷൻഷിപ്പ് വിത്ത് യൂട്രസ് എന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവുകയും നമ്മുടെ ബ്രെയിനിലുള്ള നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും മറ്റ് പ്രവർത്തനങ്ങളുടെയും വൈകല്യങ്ങൾ മൂലമാണ് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യപ്പെട്ടപ്പോൾ ഹിസ്റ്റീരിയ എന്ന പദം അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ. മേജറായിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു റിമെമ്പർ ഇൻ കൺവേർഷൻ ഡിസോർഡർ. കൺവേർഷൻ ഡിസോർഡർ ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിസോസിയേറ്റീവ് മോട്ടോ ഡിസോർഡർ, ഡിസോസിയേറ്റീവ് അനസ്തീഷ്യ ആൻഡ് ഡിസോസിയേറ്റീവ് കൺവൽഷൻ. ഇങ്ങനെയുള്ള 3 ഒരു കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡിസോസിയേറ്റീവ് മോട്ടോ ഡിസോർഡർ. എന്താണ് ഡിസോസിയേറ്റീവ് മോട്ടോ ഡിസോർഡർ? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മോട്ടോ ഡിസ്റ്റർബൻസ് ലൈക്ക് പാരലിസിസ് ഓർ അബ്നോർമൽ മൂവ്മെൻറ്റ്സ്. അതായത് ഒരു വ്യക്തി പറയുകയാണ് പാരാലിസിസ് ആണ്, എൻ്റെ കൈ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ കൈ അനാവശ്യമായിട്ട് ചലിക്കുന്നു, അല്ലെങ്കിൽ കാലുകൾ ചലിക്കുന്നു, ഒരു അബ്നോർമൽ ഒരു മൂവ്മെൻറ്റ്സ് ഷോ ചെയ്യുന്നു. പക്ഷേ ഒരു ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ പാരാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അബ്നോർമൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും റൂൾ ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഓർ ഹെയർ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഒരു മാലഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം തന്നെയാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പാരലൈസിസ് മേ ബി മോണോപ്ലീജിയ, പാരാപ്ലീജിയ ആൻഡ് ഓർ ക്വാഡ്രാപ്ലീജിയ. ദ അബ്നോർമൽ മൂവ്മെൻറ്റ് മേ ബി ട്രമേഴ്സ്, കോറിഫോം മൂവ്മെൻറ്റ്സ് ഓർ ഗേറ്റ് ഡിസ്റ്റർബൻസസ് വിച്ച് ഇൻക്രീസസ് വെൻ അറ്റൻഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദം. അതായത് മറ്റുള്ളവർ തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു ഇത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസിൻ്റെ തോത് കൂടുകയും ആ വ്യക്തി ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറായിട്ട് തന്നെ അത് റീഇൻഫോഴ്സ് ചെയ്ത് വീണ്ടും കാണിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ എക്സാമിനേഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള മസിൽ ടോണും റിഫ്ലക്സൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ദെയർ ഈസ് നോ അണ്ടർലൈങ് കോസ് ഓർ ന്യൂറോളജിക്കൽ റീസൺ ബിഹൈൻഡ് ദീസ് type of disorders, that is known as dissociative motor disorder. Next is dissociative convulsion or dissociative fit അല്ലെങ്കിൽ
ഹിസ്റ്റീരിക്കൽ ഫിറ്റ്സ് ഓർ സ്യൂഡോ സീഷേഴ്സ് എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഒരു വ്യക്തിക്ക് അപസ്മാരത്തിൻ്റെതായ ഒരു സിംറ്റംസ് അവയിൽ ഷോ ചെയ്യുകയാണ്, പക്ഷേ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ EEG ചെയ്യുമ്പോൾ അപസ്മാരത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ഫാക്ടറും ആ വ്യക്തിയിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കൺവൾസീവ് മൂവ്മെൻറ്റ്സ് ആൻഡ് പാർഷ്യൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് പാർഷ്യൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും അങ്ങനെയുള്ള കൺവൾസീവ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റുമാണ് ഇതിൽ ഷോ ചെയ്യാറുള്ളത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദീസ് ടൈപ്പ് ഓഫ് എപ്പിലെപ്റ്റിക് സീഷേഴ്സ് ഫ്രം ദീസ് ടൈപ്പ് ഓഫ് സ്യൂഡോ സീഷേഴ്സ്. അതായത് ഈ കൺവേർഷൻ ഡിസോർഡറിൻ്റെ അനന്തരഫലമായിട്ട് വരുന്ന സ്യൂഡോ സീഷേഴ്സ് അല്ലെങ്കിൽ തെറ്റായ സീഷേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്റീരിക്കൽ ഫിറ്റ്സിനെ എങ്ങനെ ശരിക്കുമുള്ള എപ്പിലെപ്റ്റിക് സീഷറിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നുള്ളത്. അതിൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. അതായത് ഓറ ഫേസ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഫേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പിലെപ്സി വരുന്നതിന് മുമ്പായിട്ടൊരു സെൻസ് ഓഫ് അൺഈസിനെസ് ഒക്കെ ആ വ്യക്തിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് എപ്പിലെപ്റ്റിക് സീഷേഴ്സിൽ കോമൺ ആണ്. പക്ഷേ ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ സ്യൂഡോ സീഷേഴ്സിൽ ഇറ്റ് ഈസ് അൺയൂഷ്വൽ. അതിൻ്റെ ഒരു ക്ലിനിക്കൽ പാറ്റേൺ ഒരു സ്റ്റീരിയോടൈപ്പ് നോൺ ടൈപ്പ് ആയിരിക്കും. അതായത് ക്ലോണിക് ടോണിക് സീഷേഴ്സാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. ഒരു കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനാണ്. പക്ഷേ സ്യൂഡോ സീഷേഴ്സിൽ അതൊരു പർപ്പസ്ഫുൾ ബോഡി മൂവ്മെൻറ്റ്സ്, അതായത് ഒരു പർപ്പസ്ഫുള്ളി ബോഡി കിടന്ന് ജർക്ക് ചെയ്യുന്നത് പോലെ നമുക്കത് കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഒരു ടങ് ബൈറ്റ് പൊതുവെ ഈ സ്യൂഡോ സീഷേഴ്സിൽ കാണാറില്ല. പക്ഷേ എപ്പിലെപ്റ്റിക് സീഷേഴ്സിൽ അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻകോണ്ടിനൻസ് ഓഫ് ഫീസസ് ആൻഡ് യൂറിൻ ഇറ്റ് ഈസ് കോമൺ ഇൻ എപ്പിലെപ്റ്റിക് സീഷേഴ്സ്, ബട്ട് it is very rare in this pseudo seizures. And the chance of injury epileptic seizures-ൽ സംഭവിക്കാം. ഇറ്റ് ക്യാൻ ഒക്കർ ബിക്കോസ് ആ വ്യക്തിക്ക് എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. പെട്ടെന്നൊരു സ്റ്റെപ്പിൽ വെച്ച് തന്നെ വരികയാണെങ്കിൽ വീണ് തലയൊക്കെ പൊട്ടാം ശരിക്കുമുള്ള എപ്പിലെപ്റ്റിക് സീഷേഴ്സിൽ. പക്ഷേ ഡിസോസിയേറ്റീവ് സീഷറിൽ അങ്ങനെയുള്ള ഒരു ചാൻസ് പൊതുവേ ഇല്ല. ആ വ്യക്തി ഒരു സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് പൊതുവേ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കാറുള്ളൂ. സ്വയം ഇഞ്ചുറി ഒന്നും വരുത്താറില്ല പൊതുവേ. പിന്നെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ മേജറായിട്ടുള്ള ഒറിജിനൽ എപ്പിലെപ്റ്റിക് സീഷേഴ്സിന് ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. പക്ഷേ ഇത് 10 മിനിറ്റ് 15 മിനിറ്റ് വരെയും നീണ്ടു നിന്നേക്കാം. അംനീഷ്യ ഒരു വ്യക്തിക്ക് ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇവർക്കൊരു പാർഷ്യൽ മെമ്മറി തന്നെയുണ്ട്. അവർ പാർഷ്യലി അവെയറാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം. ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്ലീപ്പിൽ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എപ്പിലെപ്റ്റിക് സീഷർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ സ്യൂഡോ സീഷേഴ്സ് വിൽ നെവർ ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മേജറായിട്ടുള്ള ഒരു ഡിഫറൻസസ്. അതായത് ഒരു കപടമായിട്ടുള്ള ഒരു സീഷർ തന്നെയാണ് സ്യൂഡോ സീഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ തേർഡ് സബ് ടൈപ്പ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ കൺവേർഷൻ ഡിസോർഡർ, ദാറ്റ് ഈസ് ഡിസോസിയേറ്റീവ് സെൻസറി ലോസ് ഓർ അനസ്തീഷ്യ. It is characterized by sensory disturbance like hemi-anesthesia, blindness, deafness, and stoking anesthesia. Absence of sensation at wrist and ankles. Glove and stoking anesthesia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ ആങ്കിൾസിൽ, റിസ്റ്റിൽ അവിടെ ഒരു സെൻസേഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, ആ വ്യക്തിക്ക് കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്നു, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളൊരു എക്സാമിനേഷൻ നടത്തുമ്പോൾ അവരുടെ ഐ ആയിട്ട് ബന്ധപ്പെട്ട ഒപ്റ്റിക്കൽ നെർവ്, ഐയുടെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ഒക്സിപിറ്റൽ ലോബ്, ഇതെല്ലാം ഒരു നോർമൽ തന്നെയാണ്. പക്ഷേ ആ വ്യക്തിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് ആ വ്യക്തി കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ കാഴ്ചയില്ലായ്മ മൂലം ആ വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആ വ്യക്തി കൂടുതലും ഒരു സ്പെസിഫിക് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ആണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ഡെഫ്നെസ് ഓൾസോ, ഇത് വളരെ വളരെ കുറവായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി നമ്മളിടയ്ക്ക് തലവേദനയാണെന്നും നമുക്ക് മേലുവേദനയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും
പറയാറുണ്ട്. നമ്മളൊരു കളവായിട്ട് തന്നെ പറയുന്നതാണ്. ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ കുറച്ച് പൊലിപ്പിച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനുമുള്ളത്. കുറച്ച് ഓവർ ഒരു രീതിയിൽ അതിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയും അതിൽ നിന്ന് അവർക്ക് ഒരു പ്രൈമറി ഗെയിൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഗെയിൻ നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ് കൺവേർഷൻ ഡിസോർഡർ. അപ്പോൾ കൺവേർഷൻ ഡിസോർഡർ മീൻസ് it is characterized by presence of one or more symptoms suggesting the presence of a neurological disorder that cannot be explained by any non-neurological or medical disorder. There is no underlying cause or neurological or medical cause എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ സൈക്കോളജിക്കൽ കോസസ് അതിന് കാരണമാകാം. ഓക്കെ.